രാമ 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 പാഹി മാം. 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 ജടായുഗതി. ശ്രീരാമദേവനേകം തിരഞ്ഞു നടക്കുമ്പോൾ ഏരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ ശസ്ത്രചാപങ്ങളോടും കൂടവെ കിടക്കുന്നതെത്രയുമടുത്തു കാണായിതു മധ്യേ മാർഗം. അന്നേരം സൗമിത്രയോടരുളി ചെയ്തു രാമൻ, ഭിന്നമായൊരു രഥം കാണിടോ കുമാരനെ. തൻവങ്കി തന്നെയൊരു രാക്ഷസൻ കൊണ്ടുപോൻപോൾ അന്യ രാക്ഷസനവനോടു പോർ ചെയ്തിടിനാൻ. അന്നേരമഴിഞ്ഞ തേർക്കോപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാമവർ കൊന്നാരോ ഭക്ഷിച്ചാരോ. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതുധാനന കിടക്കുന്നതത്ര നീ കണ്ടില്ലയോ. കൊല്ലുവനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നീടെന്നതു കേട്ട നേരം വിത്രസ്ത ഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ, വധ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ. മിത്രമെത്രയും തവ താതനു വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പൊരു പക്ഷിയാം ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖനുടെ പത്നി തന്നെ കട്ടുകൊണ്ടാകാശേ പോകും നേരമറിഞ്ഞു ഞാൻ. പെട്ടെന്നു ചിന്നു തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനുമപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ. നിൻ തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായിക്കിൻ നിന്ദിരാദേവിയോടു വരവും വാങ്ങിക്കൊണ്ടേ തൃക്കൺ പാർക്കേണമെന്നെ കൃപയാ കൃപാനിധേ. തൃക്കഴലിന് നിത്യമുൾക്കാമ്പിൽ വസിക്കേണം. തരം ജടായുധൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നു. തൻ തൃക്കൈകൾ കൊണ്ടു തലോടിടാനാനവനുടൽ ദുഃഖാശുപ്രുത നയനത്തോടും രാമചന്ദ്രൻ ചൊല്ലു ചൊല്ലഹോ മമ വല്ലഭാവൃത്താന്തം നീ എല്ലാമെന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും. രക്ഷോ നായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണ ദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഠയാലെ നല്ലതു വരുവതിനായി അനുഗ്രഹിക്കേണം. നിൻ തിരുവടി തന്നെ കണ്ടു കണ്ടിരിക്കവേ ബന്ധമറ്റിയിടും വണ്ണം മരിപ്പാനവകാശം വന്നതു ഭവൽ കൃപാപാത്രമാകയാലഹം. പുണ്യപുരുഷ പുരുഷോത്തമ ദയാനിധി. നിൻ തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരാനന്ദാത്മാ പരമാത്മാ മായാമാനുഷരൂപി സന്തതമന്തർഭാഗ്യേ വസിച്ചിടുക വേണം. നിൻ തിരുമേനി ഘനശ്യാമളഭിരാമം അന്ത്യകാലത്തിങ്കലീ വണ്ണം കാണായ മൂലം ബന്ധവു മറ്റു മുക്തനായേ ഞാനിന്നു നൂനം. ബന്ധുഭാവനെ ദാസനാകിയോരടിയനെ ബന്ധുക സുമസമതകരതാലം തന്നാൽ ബദ്ധുവത്സല മന്ദം തൊട്ടരുളേണമെന്നാൽ നിൻ തിരുമലരടിയോടു ചേർന്നിടാമല്ലോ. ഇന്ദിരാപതിയതു കേട്ടുടൻ തലോടിനാൽ മന്ദമന്ദം പൂർണ്ണാത്മാനന്ദം വന്നിടും വണ്ണം
അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും മന്നിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യ പരവശാൽ അർണോജനേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രന്റെ ഉത്തമാംഗത്തെ എടുത്തുത്സംഗസ്യംനി ചേർത്തിട്ടുത്തര കാര്യാർത്ഥമായി സോദരനോടു ചൊന്നാൻ. കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണം അഗ്നി സംസ്കാരത്തിനു വൈകിടാതെ. ലക്ഷ്മണനതു കേട്ടു ചിതയും തീർത്തേടിനാൻ. തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു. പിന്നെ സ്നാനവും കഴിച്ചുദകക്രിയാദിയും ചെയ്തു. കാനനേ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വെച്ചു ജലാദികളും നൽകിയിടിനാൻ. നല്ലൊരു ഗതിയവനുണ്ടാവാൻ വിദഗ്ധമായി. പക്ഷികളിവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രനതു കൊണ്ടു തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലീക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരമരുൾ ചെയ്തു. അന്നേരം വിമാനമാരുഹ്യ ഭാസ്വരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായുവും ശങ്കാരികഥാ പത്മമകുട പീതാംബരാദ്യങ്കിത രൂപം പൂണ്ട വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസാ സകലദിവ്യാപ്തനായി കാണായി വന്നു. സന്നദ്ധഗാത്രത്തോടു മുയരെ കൂപ്പിത്തൊഴുതുന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. ജടായുസ്തുതി. അഗണ്യഗുണമാദ്യമവ്യയമപ്രമേയം അഖില ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം. महितकटाक्षभिक्षपितामरशुजं रहितावति सुखमिन्दिरामनोहरं श्यामलं जडामकुटोज्ज्वलं चापशरकोमलकराम्बुजं प्रणतोऽस्म्यहं रामं. भुवनकमनीयरूपमीडितं शतरविभासुरमभीष्टप्रदं शरणदं सुरपादपमूलरचितनिलयनं सुरसञ्जयसेव्यं प्रणतोऽस्म्यहं रामं. भवकानन भवदहननामधेयं भवपङ्कज भवमुखदैवतं देवं धनुजपतिकोटि सहस्रविनाशनं मनुजाकारं हरिं प्रणतोऽस्म्यहं रामं. भवभावनाहरं भगवत्स्वरूपिणं भवभीविरहितं मुनिसेवितं परं भवसागरत्तमां कृपोदकं नित्यं भवनाशायानिशं प्रणतोऽस्म्यहं रामं. गिरिशगिरिसुधाहृदयाम्बुजवासं गिरिनायकतरं गिरिपक्षारिसेव्यं सुरसञ्जयदनुजेन्द्रसेवितपादं सूरपमणिनिभं प्रणतोऽस्म्यहं रामं. परदारार्थपरिवर्जितमनीषिणां परपूरुषगुणपूदिसन्तुष्टात्मनां परलोकैकहितनिरतात्मनां सेव्यं परमानन्दमयं प्रणतोऽस्म्यहं रामं. स्मितसुन्दरविकसितवक्त्राम्भोरुहं स्मृतिगोचरमसिताम्बुदकळीबरं सितपङ्कजचारुनयनं रघुवरं क्षितिनन्दिनीवरं प्रणतोऽस्म्यहं रामं. ജലപാത്രൗഖസ്ഥിതരവിമണ്ഡലം പോലെ സകലചരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മാനമദ്വയമവ്യയമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം. വിധിമാധവ ശംഭുരൂപഭേദേന ഗുണത്രിതയ വിരാജിതം കേവലം വിരാജന്തം ഹൃദശമുനി ജനസ്തുതമവ്യക്തമജം ക്ഷിതിജാ മനോഹരം പ്രണതോസ്മ്യഹം രാമം.
മന്മഥശതകോടി സുന്ദരകളീബരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരം അപ്യനാധാരം നിർമ്മമമാത്മാരാമം പ്രണതോസ്മ്യഹം രാമം. ഈ സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി, അസ്തു തേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണു പരം. ഈ സ്തോത്രമെഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവനും വന്നിടും വത്സാരൂപ്യം. പക്ഷീന്ദ്ര നിന്നെപ്പോലെ മൽപരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷിശ്രേഷ്ഠനങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചു പോൽ ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചു തേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. കബന്ധഗതി. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശി സീതയെ കാണായികയാൽ സന്നധൈര്യേണ വനമാർഗെ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു. തൽക്ഷണമേവം രാമചന്ദ്രനും അരുൾ ചെയ്താൽ, വക്ഷസി വദനവും യോജന ബാഹുക്കളും ചക്ഷുരാദികളുമില്ലെന്തൊരു സത്വമിതം. ലക്ഷ്മണ നീ കണ്ടായോ, കണ്ടോളം ഭയമുണ്ടാം. ഭക്ഷിക്കുമിപ്പോൾ ഇവൻ നമ്മെ എന്നറിഞ്ഞാലും. പക്ഷിയും മൃഗവുമല്ലെത്രയും ചിത്രം ചിത്രം. വക്ഷസി വക്രം കാലും തലയുമില്ലാതാനും. രക്ഷസ്സു പിടിച്ചുടൻ ഭക്ഷിക്കും മുൻപേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ. തൽഭുജ മധ്യസ്ഥന്മാരായതു കുമാര നാം കൽപ്പിതം ധാതാവിനാലെന്തല്ലാളതു വരും. രാഘവനേവം പറഞ്ഞിടിനോരനന്തരം ആകുലമകന്നൊരു ലക്ഷ്മണനുര ചെയ്താൽ. ഓരും വ്യാകുലഭാവമെന്തിനി വിചാരിപ്പാൻ, ഓരോരോ കരം ഛേദിക്കേണം നാം ഇരുവരും. തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണഭുജം രാമൻ. ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാനതു നേരം. രക്ഷോ വീരനും അതിവിസ്മയം പൂണ്ടു രാമ ലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ. മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിൽ ആരുമുണ്ടായിലിതിൻ കീഴിൽ. അത്ഭുതകാരന്മാരാം നിങ്ങളാരിരുവരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടും ഞാനും. ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടൊരു പുരുഷോത്തമൻ ചോദിച്ചിട്ടനുത്തരമരുൾ ചെയ്തു. കേട്ടാലും ദശരഥനാമനയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനനഹം രാമനെന്നല്ലോ നാമം. സോദരനിവൻ മമ ലക്ഷ്മണനെന്നു നാമം. സീതയെന്നുണ്ടു മമ ഭാര്യയായൊരു നാരി. പോയിതു ഞങ്ങൾ നായാട്ടിന്നതു നേരമതി മായാവി നിശാചരം കട്ടുകൊണ്ടങ്ങു പോയാൽ. കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണ വേഷത്തോടും. പാണികൾ കൊണ്ടു തവ വേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചേടിൻ കരങ്ങളും. ആരടോ വികൃതരൂപം ധരിച്ചോരു ഭവാൻ നേരോടെ പറകിന്നു രാഘവൻ ചോദിച്ചപ്പോൾ. സന്തുഷ്ടാത്മനാ പറഞ്ഞിടിനാൻ കബന്ധനും, നിൻ തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം. നിൻ തിരുവടി തന്നെ മൂന്നിലാമാറു കാണായി വന്നൊരു നിമിത്തമാ. ദിവ്യനായിരിപ്പൊരു ഗന്ധർവനഹം രൂപ
യൗവനദർപ്പിതമായി സഞ്ചരിച്ചിടും കാലം സുന്ദരീജന മനോധൈര്യവും ഹരിച്ചതിസുന്ദരനായൊരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാനപഹസിച്ചിതു ദുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ളൊരു നീ രാക്ഷസനായി പോകുന്നാൻ, ദുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ. സാക്ഷാൽ ശ്രീനാരായണൻ തൻ തിരുവടി തന്നെ മോക്ഷദന്ത ശരദപുത്രനായി ത്രേതായുകെ വന്നവതരിച്ചു നീ ബാഹുക്കളറുക്കും നാൾ വന്നിടുമല്ലോ. ശാപമോക്ഷവും നിനക്കിടോ താപസശാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ താപേന നടന്നിടും കാലമങ്ങൊരു ദിനം. ശതമന്യുവിനെ പാഞ്ഞെടുത്തേനതിലുഷാ ശതകോടിയാൽ തലയുറുത്തു ശതമഖൻ വജ്രമേറ്റിട്ടും നമ വന്നീല മരണമതപ്ച സംഭവൻ മമ തന്നൊരു വരത്തിനാൽ. വധ്യനല്ലായക മൂലം വൃത്തിക്കു മഹേന്ദ്രനുമുത്തമാങ്കത്തെ മമ കുക്ഷിയിലാക്കിയിടിനാൽ. വക്രപാദങ്ങൾ മമ കുക്ഷിയിലായ ശേഷം ഹസ്തയുഗ്മവും ഒരു യോജനായതങ്ങളാൽ വർത്തിച്ചിടും നീണത്ര വൃത്തിക്കു ശക്രാജ്ഞയാ സത്വസഞ്ചയം മമ ഹസ്തമധ്യസ്ഥമായാൽ. വക്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചീനിത്ര നാളും ഉത്തമോത്തമ രഘുനായകാദയാനിധേ. വഹ്നിയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗമൊക്കവേ ചൊല്ലിയിടുമൻ. നീതിനി കുഴിച്ചതിലിന്ധനങ്ങളുമിട്ടു വീതിഹോത്രനെ ജ്വലിപ്പിച്ചിതു സൗമിത്രിയും. തത്രൈവ കബന്ധദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്നങ്ങുത്തിതനായി കാണായി. ദിവ്യവിഗ്രഹത്തോടും മന്മഥ സമാനനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്ത്യാ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുരു ചെയ്തു കൂപ്പിത്തൊഴുതു നിന്നു. പിന്നെ മാന്യനാ ഗന്ധർവം ആനന്ദവിവശനായി കോൾമയിർ കൊണ്ടു ഗദ്ഗദാക്ഷരവാണികളാം കോമളപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. കബന്ധസ്തുതി. തിരുവടിയുടെ തത്വമിതൊരുവർക്കും ചിന്തിച്ചാലറിഞ്ഞു കൂടാവതെല്ലെന്നാകിലും നിൻ തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം. അന്തവുമാദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം. അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കേണം. ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയുമരുളണം. അവ്യക്തമതിസൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയ വിലക്ഷണം. ഋഗ്രൂപമേക മന്യത്സൽക്കലം ദൃശ്യം ജഡം ദുർഗ്രാഹ്യമനാത്മകമാകയാലജ്ഞാനികൾ എങ്ങിനെയറിയുന്നു മാനസവ്യതിരിക്തം മങ്ങിയിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം. ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ളൈക്യമായത് ജീവൻ ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മമിന്നതു നൂനം. നിർവികാര ബ്രഹ്മണി നിഖിലാത്മിനി നിത്യേ നിർവിഷയാഖ്യേ ലോകമജ്ഞാന മോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യമതു വിരാട് പുരുഷനതിസ്ഥൂലം. ഭാവനാ വിഷയമായൊന്നതു യോഗീന്ദ്രാണം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം. ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാ മഹത്തത്വാദ്യാവൃതസ്ഥൂലതേ. ബ്രഹ്മാണ്ഡകോശേ വിരാട് പുരുഷേ കാണാകുന്നു സന്മയമെന്ന പോലെ ലോകങ്ങൾ 14. തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ 14 ലോകവും നൂനം. പാതാളം പാദമൂലം പാർഷ്ണി
വാഗ്നികൾ മഹാതലം നാഥ തേ ഗുൽഭം രാസാതലവും തലാതലം ചാരുജാനുക്കളല്ലോ സുതലം രഘുപതേ ഊരുകാണ്ഡങ്ങൾ തവ വിതലമതലവും ജഗനം മഹീതലം നാഭിതേ നഭസ്ഥലം രഘുനാഥോരസ്ഥലമായതു സുരലോകം കണ്ഠദേശം തേ മഹർലോകമെന്നറിയണം തുണ്ഡമായതു ജനലോകമെന്നതു നൂനം ശംഖദേശം തേതപോലോകമങ്ങനതിന്മിതേ പങ്കജയോനിവാസമാകിയ സത്യലോകം ഉത്തമാർഗം തേ പുരുഷോത്തമാജഗൽ പ്രഭോ സത്താമാത്രക മേഘജാലങ്ങൾ കേശങ്ങളും ശക്രാതിലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും വക്രമായതു വഗ്നി നേത്രമാദിത്യൻ തന്നെ ചിത്രമിത്രയും മനസ്സായതു ചന്ദ്രനല്ലോ ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധി വാക്പതിയല്ലോ കോപകാരണമഹങ്കാരമായതു രുദ്രൻ വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംഷ്ട്രകൾ യമനല്ലോ നക്ഷത്രപംക്തിയെല്ലാം ദ്വിജൻപക്തികളല്ലോ ആസമായതു മോഹകാരിണി മഹാമായ വാസനാ സൃഷ്ടി സ്തവാപാംഗമോക്ഷണമല്ലോ ധർമ്മം നിൻ പുരോഭാഗമധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷനിമേഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവ നാഡികളാകുന്നതും പൃഥ്വിവീധരങ്ങൾ പോലസ്ഥികളാകുന്നതും വൃക്ഷാദൌഷധങ്ങൾ തീരോമങ്ങളാകുന്നതും വൃക്ഷനാദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവ വേദസിന്നറിയണം പുഷ്ടമാമഹീപതേ കേവല ജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാ മുക്തി നിൻ തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതമേദ്യഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ ഇക്കാലമിതിൽ കാളും മുഖ്യമായിരിപ്പോന്നിതി കാണാകിയ രൂപമെപ്പോഴും തോന്നിയിടണം താപസവേഷം ധരാവല്ലഭം ശാന്താകാരം ചാപേഷുകരം ജടാവൽക്കലവിഭൂഷണം കാനനേ വിച്ചിൻവന്തം ജാനകീം സലക്ഷ്മണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം മാനസേ വസിപ്പതിന്നാലയം ചിന്തിക്കും നേൻ ഭാനുവംശോത്ഭൂതനാം ഭഗവൻ നമോ നമഃ സർവജ്ഞൻ മഹേശ്വരനീശ്വരൻ മഹാദേവൻ ശർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിൻ തിരുവടിയെയും ധ്യാനിച്ചുകൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളിയിടുന്നു മുക്ത്യർത്ഥമായി തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം പരമാത്മാവു പരബ്രഹ്മം നിൻ തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ മൂഢന്മാർ ഭവത്തത്വം എങ്ങനെ അറിയുന്നു മൂടിപ്പോകയാൽ മഹാമായ മോഹാന്ധകാരേ രാമഭദ്രായ പരമാത്മനെ നമോ നമഃ രാമചന്ദ്രായ ജഗത്സാക്ഷിണേ നമോ നമഃ പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ പാഹി സൗമിത്രിസേവ്യ പാഹി മാം ദയാനിധേ നിൻ മഹാമായ ദേവി എന്നെ മോഹിപ്പിച്ചിടായി കാംബുജ വിലോചന സന്തതം നമസ്കാരം ഇത്തമർത്തിച്ചു ഭക്ത്യാ സ്തുതിച്ച ഗന്ധർവനോടുത്തമ പുരുഷനാം ദേവനുമരുൾ ചെയ്തു സന്തുഷ്ടനായേൻ തവ സ്തുത്യാ നിശ്ചല ഭക്ത്യാ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനം നീ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീ മൽപ്രസാദത്താലടോ
അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പൻ ഞാനീ സ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും. ഭക്തനാം നിനക്കഥ പതനമിനി വരാ. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിയിടിനാൾ. മുൻപിലാം മാറു കാണാം മതംഗാശ്രമം, തത്ര സമ്പ്രതി വസിക്കുന്നു ശബരീ തപസ്വിനി. ത്വൽപാദാംബുജ ഭക്തി കൊണ്ടേറ്റം പവിത്രയായി എപ്പോഴും ഭവാനിയും ധ്യാനിച്ചു വിമുക്തയായി. അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവളവനീ സുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ. ശബര്യാശ്രമ പ്രവേശം. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തോടെ മന്ദം മന്ദം പോയി ചെന്നു ചാരുത ചേർന്ന് ശബര്യാശ്രമമകം പുക്കാർ. സംഭ്രമത്തോടും പൃഥ്വിത്തായ താപസി ഭക്ത്യാ സംവദിച്ചിതു പാദാംഭോരുഹയുഗത്തിങ്കൽ. സന്തോഷപൂർണാശ്രു നേത്രങ്ങളോടവളും ആനന്ദമുൾക്കൊണ്ടു പാദ്യാധ്യാസനാദികളാലെ പൂജിച്ചു തൽപാദ തീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൾ. പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും. അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ, ധന്യയായി വന്നേനഹമിന്നു പുണ്യാതിരേകാൽ. എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണാർ. അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു. പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും. എന്നോട് ചൊന്നതവരേതുമേ ഖേദിയാതെ, ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം. പന്നകശായി പരൻ പുരുഷൻ പരമാത്മാവന്നവതരിച്ചിതു രാക്ഷസവധാർത്ഥമായി. നമ്മെയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നിടുമിവിടേക്കു രാഘവൻ എന്നാലവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം. വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിൻ തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നീ തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ. ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഗുരുഭൂതന്മാരാ താപസന്മാർക്കു പോലും യോഗം വന്നീലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടും അധികാരിണിയല്ലയല്ലോ. വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാണാനും അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കഴലിന കൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും ഇങ്ങുൾ കമലത്തിലറിയപ്പോകാതയാനിധി. രാഘവനതു കേട്ടു ശബരിയോടു ചൊന്നാനാകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾവി. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും. മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യയനം ക്ഷേത്രോപവാസ യാഗാദ്യ കില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തി ഒഴിഞ്ഞൊന്നു കൊണ്ടൊരു നാളും. ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവൻ ഉത്തമേ, കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം, പിന്നെ മൽകഥാലാപം രണ്ടാം സാധനം. മൂന്നാമതും മൽഗുണീരണം
പിന്നെ മധ്വോജോവാക്യാതൃത്വം മൽകലാജാതാചാര്യോപാസനമഞ്ചാമതും പുണ്യശീലത്വം യമനിയമാദികളോടും എന്നി മുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും മന്മന്ത്രോപാസകത്വമേഴാമതെട്ടാമതും മംഗലശീലേ കേട്ടു ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മൽഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാനിന്നപ്പോഴുമുറയ്ക്കയും മത്തത്വവിചാരം കേളൊൻപതാമതു ഭദ്രേ. ചിത്തശുദ്ധിക്കു മൂലമാതിസാധനം നൂനം ഉക്തമായിതു ഭക്തി സാധനം നവവിധമുത്തമേ. ഭക്തി നിത്യമാർക്കുള്ളു വിചാരിച്ചാൽ വിദ്യജ്ഞോ നിജങ്ങൾക്കെന്നാകിലും മൂഢമാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാം. തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനി മർത്യനുത്തമ തപോധനേ. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗവതാഢ്യേ ഭഗവൽ പ്രിയേ മുനിപ്രിയേ ഭക്തിയുണ്ടാക കൊണ്ടു കാണായി വന്നിതു തവ മുക്തിയുമടുത്തിതു നിനക്കു തപോധനേ. ജാനകീ മാർഗമറിഞ്ഞീടിൽ നീ പറയണം കേനവാ നീതാ സീതാ മൽപ്രിയാ മനോഹരി. രാഘവവാക്യമേവം കേട്ടൊരു ശബരിയുമാകുലമകലുമാറാതരാലുര ചെയ്താൾ. സർവവും അറിഞ്ഞിരിക്കുന്ന നിൻ തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശ്യ തണ്ടലർമകളെ ഞാൻ. മുമ്പിലമ്മാറു കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസ്സിനെ കാണാം. തൽപുരോഭാഗേ പശ്യ പർവ്വതവരമൃഷ്യമൂകാഖ്യം. തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കപിശ്രേഷ്ഠൻ. 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ വാലിയെ പേടിച്ചു സങ്കേതമായനുദിനം. പാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ. പാലനം ചെയ്യുക ഭവാനവനി വഴി പോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ. ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽ പാദ പങ്കജത്തോടു ചേർന്നുകൊള്ളുവാൻ തുടങ്ങുന്നു. ആകേണം മുഹൂർത്തമാത്രം ഭവാനത്രൈവമേ തീർക്കേണം മായാകൃതബന്ധനം ദയാനിധേ. ഭക്തി പൂണ്ടിത്തമുക്ത്വാ ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിതു ശബരിക്കതു കാലം. ഭക്തവത്സലൻ പ്രസാദിക്കില്ലെന്നവർക്കെന്നില്ലെത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും. പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്കു ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദാംബൂജം സേവിച്ചുകൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്രധ്യാന കർമാദികളും ദൂരെ സന്ധ്യർജിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്ര കഥ കേൾക്കയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗത് സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം. രാമ രാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ. യുദ്ധമീശ്വരൻ പരമേശ്വരിയോടു രാമഭദ്ര വൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം
ഭക്തി കൊണ്ടേറ്റം പരവശയാ ശ്രീരാമങ്കൽ ചിത്തവുമുറപ്പിച്ചുലയിച്ചൊരുത്രാണിയും പൈങ്കിളി പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കരാ ജയിച്ചരുളെന്നിരുന്നരുളിനാൾ. രാമ 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 പാഹി മാം. 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 ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡം സമാപ്തം.